നമസ്കാരം. നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് ഒരേ ഔഷധക്കൂട്ടിട്ട് തിളപ്പിച്ച വെള്ളമാണ് കുടിക്കാൻ ഉപയോഗിക്കുന്നത്, അല്ലെ? അത് നമുക്കൊരു വ്യത്യസ്തതയാകാം. നമ്മുടെ പ്രകൃതി അനുസരിച്ച്, പ്രസന്റ് ക്ലൈമറ്റ് അനുസരിച്ച്, നമ്മുടെ അസുഖങ്ങൾ അനുസരിച്ച്, നമ്മുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചിട്ടൊക്കെ ഇതിൽ നമുക്ക് ഓപ്ഷനിലായിട്ട് കുറച്ച് ഔഷധക്കൂട്ടുകൾ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ പെടുന്നതാണ് തുളസിയിലയിട്ട് തിളപ്പിച്ച വെള്ളം, പനിക്കൂർക്ക, ജീരകം വറുത്തു പൊടിച്ചിട്ടിട്ട് തിളപ്പിച്ച വെള്ളം, ഉലുവ വെള്ളത്തിലിട്ടിട്ട് അത് ഇട്ട് തിളപ്പിച്ച വെള്ളം, മല്ലി തലേ ദിവസം കിഴി കെട്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ മല്ലി വെള്ളം രാവിലെ നമുക്ക് കുടിക്കാവുന്നതാണ്. പിന്നെ കറിവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം, പുതിനയിലയിട്ട് തിളപ്പിച്ച വെള്ളം, പനിക്കൂർക്കയിലിട്ട് തിളപ്പിച്ച വെള്ളം, അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നമുക്ക് കുടിക്കാം. തിളച്ച വെള്ളത്തിലാണ് അത് ഇട്ട് വെക്കേണ്ടത്, അത് നമുക്ക് കുടിക്കാൻ പറ്റും. അതുപോലെ മഞ്ഞൾ ചതച്ചിട്ട് ആ വെള്ളം കുടിക്കാം. അതുപോലെ ഇഞ്ചി ചതച്ചിട്ടിട്ടുള്ള വെള്ളം കുടിക്കാം. ഇത്തിരി ചുക്കുപൊടി ഇട്ടിട്ട് വെള്ളം കുടിക്കാം. അതുപോലെ ഞെരിഞ്ഞില് കുറച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അതിട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. രാമച്ചം വാങ്ങിച്ചിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. ഗ്രാമ്പൂടാം, കറുവപ്പട്ട, അതുപോലെ തന്നെ ഏലക്കായ, ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷണൽ ആയിട്ടുള്ള ഔഷധങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ബോഡി കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് തന്നെ ഒരു ചേഞ്ച് അതിൽ വരുത്താൻ പറ്റും. ഇത് നമുക്ക് ശരിക്കും മനസ്സിനും ശരീരത്തിനും ഭയങ്കര ഉന്മേഷം നൽകാനും അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്, ഈ ഒരു ചേഞ്ച് നമുക്കൊരു വൈബ് നൽകാനും നല്ലതാണ്. അത് നിങ്ങൾക്കും നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.